എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് മഴ പെയ്താൽ മതി, അപ്പോഴേക്ക് ലീവാ പിള്ളേർക്ക്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എത്ര മഴയാണെങ്കിലും ഒരവധി പോലും കിട്ടിയിട്ടില്ല. എന്താ സജീവ, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ മഴയുടെ കാര്യത്തെപ്പറ്റി പറയായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴ കാരണം ഒരു ലീവ് പോലും കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എപ്പോഴും ലീവല്ലേ മഴ എന്ന് പറഞ്ഞിട്ട്. സജീവൻ പറഞ്ഞത് ശരിയാ. ഒന്ന് ചെറുതായിട്ട് മഴ പെയ്താൽ മതി, അപ്പം തന്നെ ലീവും പ്രഖ്യാപിക്കും. അപ്പുമോൻ ഇതുവരെ എണീറ്റില്ലേ? അവനെ കാണുന്നില്ലല്ലോ, എവിടെ അവൻ? അവന്റെ കാര്യമൊന്നും പറയണ്ട. 7ാം ക്ലാസ്സിലെത്തി. എന്നിട്ട് അവൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? പഠിക്കണമെന്നൊരു വിചാരമേ ഇല്ല അവന്. സജീവൻ കൊച്ചിനെ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ചെറുതിലെ തൊട്ടേ കൂടെ ഇരുന്ന് വായിപ്പിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അമ്മയില്ലാത്ത കൊച്ചല്ലേ. എനിക്ക് അവന്റെ കാര്യം ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട്. ഇവൻ ഇങ്ങനെ പോയാൽ അവൻ എവിടെ എത്താൻ പോകുന്നില്ല. പഠിക്കാതെ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാനാ അവൻ? അവൻ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവ് അറിയിക്കാതല്ലേ നമ്മൾ അവനെ വളർത്തുന്നത്. എന്നിട്ട് അവന് പഠിക്കാൻ പറ്റുന്നെങ്കിൽ പഠിക്കണ്ട. അമ്മയില്ലാത്ത കൊച്ചാണെങ്കിലും അവനെന്നെ പറ്റുന്ന പോലെ എല്ലാം നോക്കിയിട്ടുണ്ട്. ഇപ്പൊ മിനിയുണ്ട്, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മിനിയോടെങ്കിലും പറഞ്ഞൂടെ? പിന്നെ സജീവ, കഴിഞ്ഞ ദിവസം അവനവന്റെ ടെസ്റ്റ് പേപ്പർ എന്നെ കാണിച്ചായിരുന്നു. 28 മാർക്കേ ഉള്ളൂ, ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളൂ. ശാലിനി ചേച്ചി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചായിരുന്നു. അർപ്പിതമോന്റെ മാർക്ക് കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി. വല്ലാത്ത മാർക്ക് തന്നെ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ട്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ല ദൂരാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ഞാനും അത് കേട്ടായിരുന്നു. പാവം കുട്ടി. അതിനൊക്കെ എങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുന്നേ? ഒന്നുമില്ലെങ്കിലും അച്ഛനമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ. ആ സൗമ്യ ടീച്ചറിന്റെ കാര്യം കഷ്ടം തന്നെ. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും സൗമ്യ ടീച്ചർ വന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ ശില്പ ആൻഡ് സുസ്മിത. ടീച്ചറുടെ ഹസ്ബൻഡിന്റെ അമ്മ ജയിലിലായെന്നൊക്കെ വാർത്ത കേട്ടു. അതൊക്കെ സത്യം തന്നെയാണോ ടീച്ചർ? എന്ത് പറയാനാ മോളെ, ഞാൻ ആ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തുടങ്ങിയത് എൻ്റെ കഷ്ടപ്പാട്. അവരെന്നെയും കുറേ തരത്തിൽ മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടീനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. അവരുടെ സ്വഭാവം ഭയങ്കര മോശമാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, കല്യാണം കഴിക്കുമ്പോൾ പാർട്ട്ണറിനെ മാത്രം നോക്കിയാൽ പോരാ, അയാളുടെ ബാക്ക്ഗ്രൗണ്ടും നല്ല പോലെ നോക്കണം. ഞങ്ങളിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല മാം. ഞങ്ങളിപ്പോൾ ഒരു ജോലി കിട്ടുന്നതിനുള്ള വഴികൾ നോക്കുക. പെൺകുട്ടികളായാലും നിങ്ങളെപ്പോലെ നല്ല ബോൾഡ് ആയിരിക്കണം. കല്യാണം, ക്രാഷ് അതിന്റെ പുറകെ പോകാതെ സ്വന്തം ഡ്രീംസിന് വേണ്ടി പോകണം. വെരി ഗുഡ് മക്കളെ, എനിക്ക് സ്കൂളിലേക്ക് പോകാൻ സമയമായി. പിന്നെ കാണാം, ബൈ. രണ്ടുപേരും സമയം കിട്ടുമ്പം എന്റെ വീട്ടിലേക്കൊന്ന് വാ, അപ്പൊ കാണാലോ. എന്ത് നല്ല ടീച്ചറല്ലേ സൗമ്യ ടീച്ചർ. സൗമ്യ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഭാഗ്യം. എനിക്ക് വിശക്കുന്നടി, നമുക്ക് പോയി ഒരു ചായ കുടിക്കാം. ഒന്നുമില്ലെങ്കിലും ഞാൻ പഠിപ്പിച്ച കുട്ടികളല്ലേ, അതിന്റെ ഗുണം അവര് കാണിക്കാതിരിക്കുവോ? എന്ത് നല്ല മക്കളാ അവര്. സോമയ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. എന്താ രമേശി കാണിക്കുന്നേ? എനിക്ക് സ്കൂളിലേക്ക് പോകണം. നീ ഒന്ന് മാറി നിൽക്ക്, എന്റെ സമയം കളയാതെ. ഇല്ല സോമയ, എനിക്ക് പറയാനുള്ളത് നീ കേട്ടിട്ട് പോയാ മതി, അല്ലാതെ ഞാൻ നിന്നെ ഇവിടുന്ന് വിടില്ല. രമേശ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് സ്കൂളിലേക്ക് പോകാൻ സമയമായി. അതുമല്ല, ഇവിടുത്തെ ആൾക്കാർ അത്ര നല്ലവരല്ല. അവര് നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും. എനിക്കറിയാം സോമയ, നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നീ എന്റെ കൂടെ വരൂ, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. രമേശ്, ഞാനിന്ന് ഒരാളുടെ ഭാര്യയാണ്. എനിക്ക് അയാളും അയാളുടെ കുടുംബവുമാണ് വലുത്. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ പരിപാടി സൗമ്യ? സ്കൂളിലേക്കാന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഇവനോട് നിന്ന് വർത്താനം പറയുന്നു. ഇനി ഒരിക്കലും നീ എന്റെ ഭാര്യയോട് മിണ്ടരുത്. നിങ്ങൾ തമ്മിൽ മിണ്ടുന്നത് കണ്ടാൽ എന്റെ സ്വഭാവം മാറും. നീ എന്തിനാണ് സോമയ ഇത്ര കഷ്ടപ്പെട്ട് ഈ പഴഞ്ചൻ ആൾക്കാരുടെ കൂടെയൊക്കെ ജീവിക്കുന്നത്? വരൂ എന്റെ കൂടെ, നല്ല ജീവിതം ജീവിക്കൂ. ഞാൻ നിന്നോടാടാ പറഞ്ഞ എന്റെ ഭാര്യയോട് മിണ്ടരുതെന്ന്, പിന്നെ നീ എന്തിനാ മിണ്ടുന്നത്? ഇക്ക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ രമേശ് വഴിയിൽ കയറി നിന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഇപ്പൊ സ്കൂളിലേക്ക് പോയിക്കോ. വൈകിട്ട് എന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ വരാൻ പോന്നെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നിനക്കൊന്നും നാണമില്ലടാ കണ്ടവന്മാരുടെ പെണ്ണുങ്ങളോട് ഇങ്ങനെ ഒലിപ്പിക്കാൻ. നീ നോക്കിക്കോ സോമ്യ, ഒരു ദിവസം നീ എന്റെ അടുത്തേക്ക് തന്നെ വരും. മോനെ, ചോറ് മുഴുവൻ കഴിക്കണേ, ഒന്നും കളയല്ലേ. ആന്റി രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ കേട്ടോ. ഇല്ല ആന്റി, ഞാനൊന്നും കളയില്ല. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിരിയാണിയല്ലേ ആന്റി ഉണ്ടാക്കിയേ. ആന്റി എന്നാ പോട്ടെ മോനെ. മോനിന് ഒറ്റയ്ക്ക് പോയിക്കോളൂല്ലേ? കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ബായ്. ബെല്ലടിക്കാൻ ഇനി സമയമുണ്ട്. വെറുതെ എന്തിനാ നേരത്തെ പോന്നേ? ഒന്നും ചെയ്യാനില്ലല്ലോ. എടാ മോനെ. എന്താ ചേട്ടാ, എന്തിനാ വിളിച്ചേ? അതെ മോനെ, ഇവിടെ അടുത്ത് ഏതാ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്? നല്ല സൂപ്പർ മാർക്കറ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ എപ്പോഴും പോകാറുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എന്റെ സ്കൂളിലേക്ക് പോകുന്ന വഴിയില്ല, ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ വാ. ഇതാണ് പറ്റിയ അവസരം. ചെക്കന് ഇപ്പൊ തന്നെ ബോധം കെടുത്തണം. സാർ, ചെക്കനെ ബോധം കെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇവനെ പഴയ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്. ചെക്കന്റെ വായില് ടേപ്പ് പൊട്ടിച്ചേക്ക്, അല്ലെങ്കിൽ കിടന്ന് കാറ് എണീക്കുമ്പോ. അർപ്പിതമോൻ എവിടെ പോയതാണോ? രാവിലെ ഇവിടുന്ന് പോയതല്ലേ? ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ ഇനി? ആ മിനിയാണെങ്കിൽ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പാവത്തിന് നല്ല വിഷമമുണ്ട്. ഇനിയൊന്നും കഴിച്ചില്ലെങ്കിൽ തലകറങ്ങി വീഴും. കുറച്ച് തണുത്തോളം കൂടി കൊടുക്കാം. നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അർപ്പിതമോൻ തിരിച്ചു വരും, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം.
എന്റെ കൊച്ചിനെ ഇനി ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ ഇതുവരെ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സജീവ. നമ്മളെന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അവരന്വേഷിക്കുന്നുണ്ടാവും. അർപ്പിതിനെ നമുക്ക് തിരിച്ചു കിട്ടും. എടി മിനി, നീ വെള്ളമെങ്കിലും കുടിക്ക്. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ, തല കറങ്ങി വീഴും നീ. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ശാലിനി ചേച്ചി. ഞാൻ അവനെ സ്കൂൾ വരെ കൊണ്ടുപോയി വിട്ടതല്ലേ, അകത്തേക്ക് കയറ്റി വിട്ടാൽ മതിയായിരുന്നു. എന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഇനിയിപ്പം അർപ്പിതിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. നീ ആ വെള്ളം മേടിച്ച് കുടിക്ക്. ഭക്ഷണം കഴിക്കാതിരുന്നാൽ അർപ്പിത തിരിച്ചു വരുമോ? എനിക്ക് എൻ്റെ അച്ഛനെയും ആൻറ്റിയും കാണണം. ആരെങ്കിലും എന്നെ രക്ഷിക്ക്. എനിക്ക് എൻ്റെ അച്ഛനെയും ആൻറ്റീനെയും കാണണം. ആരെങ്കിലും ഓടിവായോ, എന്നെ രക്ഷിക്കണേ. ഇവരെന്നെ തട്ടിക്കൊണ്ട് വന്നതാണേ, എന്നെ രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് ഓടിവായോ. ഇവിടെ ആരുമില്ലേ? മനസാക്ഷിയുള്ള ഒരുത്തനും ഇല്ലേ ഇവിടെ എന്നെ രക്ഷിക്കാൻ? എൻ്റെ മോനെ, നീ ഇവിടുന്ന് വിളിച്ചു കൂവിയിട്ട് ഒരു കാര്യമില്ല. ആരും തന്നെ രക്ഷിക്കാൻ വരില്ല. നീ ഇവിടുന്ന് ഒച്ച വെച്ചാൽ ഒരു പ്രയോജനമുള്ളൂ. വെറുതെ മുതലാളിയുടെ ദേഷ്യം കൂട്ടാം, അത്ര തന്നെ. ചേട്ടാ, ഞാനൊരു പാവം. എന്നെ ഒന്ന് തുറന്നു വിടുവോ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത്? എന്നെ ഒന്ന് വെറുതെ വിടൂ. ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഇത് മുതലാളി പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ. എനിക്ക് മോനോട് ഒരു വിരോധമില്ല. മുതലാളി പറയുന്ന പോലെയല്ലേ എനിക്ക് കേൾക്കാൻ പറ്റൂ. മോന്റെ അച്ഛൻ പൈസ കൊണ്ടുവരുന്നവരെ ഇവിടെ നിൽക്കേണ്ടി വരും. മോനെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചോ? എന്തായാലും സമയമെടുക്കും. കഴിക്ക് മോനെ. നീ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ, ഇതെങ്കിലും കഴിക്ക്. നിനക്കെന്താടാ അവനെ കൂട്ടാൻ ഇത്ര ഉത്സാഹം? നിന്റെ അമ്മ പ്രസവിച്ചതാണോ അവന്? അവന് വേണമെങ്കിൽ അവൻ കഴിച്ചോളും. നീ വലിയ നിർബന്ധിക്കാനൊന്നും പോകണ്ട. ഒന്നുമില്ലെങ്കിൽ 7-8 എത്തി ചെക്കനല്ലേ. അത് പിന്നെ മുതലാളി, അവനെ കാണുമ്പോ എനിക്ക് എന്റെ മോനെ ഓർമ്മ വരുന്നു. അതാ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു. നിന്നോട് പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതി. ഇപ്പൊ നീ പോയിക്കോ. അങ്കിൾ രമേശ്, നിങ്ങൾ എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? ഞാൻ നിങ്ങളോട് എന്താ ചെയ്തത്? നീ എന്താടാ മോനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ വിചാരിച്ച പോലെ ഞാൻ അത്ര പാവമൊന്നുമല്ല. നിന്റെ അച്ഛൻ എന്നോട് ചെയ്തതിനുള്ള പ്രതികാരമാടാ ഇപ്പൊ ഞാൻ നിന്നെ വിചാരിക്കുന്നത്. നിന്റെ തന്തയുണ്ടല്ലോ, ആ സജീവൻ, അയാൾ 1 ലക്ഷം രൂപ ഇവിടെ എത്തിക്കാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. ഇനി അയാൾ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ ശാപമായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത്. അങ്കിൾ, എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു തരുമോ? എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇവിടെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ? അവന്റെ അച്ഛനെ വിളിക്കണം പോലും. നിന്റെ അച്ഛനാണ് എന്റെ ഫോൺ റീചാർജ് ചെയ്തു തരുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചതല്ലേ ഉള്ളൂ. അത് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? നിനക്കിഷ്ടപ്പെടുന്ന പോലെ പറയാൻ ഞാൻ നിന്റെ അച്ഛനൊന്നുമല്ല. എന്റെ വായിന്ന് ഇങ്ങനെ വരൂ. എന്നാലും ആ പാവ അർപ്പിത മോൻ, അവൻ ആരാണ് പിടിച്ചോണ്ട് പോയത്? അവനാണെങ്കിൽ ആ ഒരു കുഴപ്പത്തിൽ പോകാത്തൊരു കുട്ടിയാ. എന്റെ പഠിച്ചവനെ, നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഒരു പാവം കുട്ടീനല്ലേ കാണാതായിരിക്കുന്നേ. ഓനൊന്ന് വേഗം അവന്റെ വീട്ടിലെത്തിക്ക്. റഷീദിക്കാനോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൂന്റെ വീട്ടിലേക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. റഷീദിക്ക, ഇക്ക. നിനക്കെന്താ വേണ്ട സൗമ്യ? ഇക്കറിയില്ലേ അർപ്പിതനെ? ഓനെ ഇന്ന് രാവിലെ തൊട്ട് കാണുന്നില്ല. കൊറേ തെരഞ്ഞു, എവിടെയും കാണുന്നില്ല. ഞാനൊന്ന് ഓന്റെ വീട്ടിലേക്ക് പോട്ടെ. അർപ്പിത ഒരു പാവം കുട്ടിയാ. ഓന്റെ വീട്ടുകാരും അങ്ങനെയാ. ഓന്റെ വീട്ടിൽ ചെന്നാല് ഓർക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസമായേനെ. നീ ഇന്ന് ഇനി എവിടെയും പോകുന്നില്ല. അല്ലെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ ഒക്കെ വീട്ടിൽ ടീച്ചർ പോകേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പണ്ട് തൊട്ടേ ശ്രദ്ധിക്കുന്നതാ. ആ അർപ്പിതമായിട്ട് നിനക്കെന്താ ഇത്ര അടുപ്പം? എല്ലാ സ്റ്റുഡൻസിനെ പോലെ ഒരാൾ തന്നെയല്ല അവനും. നീ എന്തിനാ സുമയ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം ഇടപെടുന്ന? സ്കൂളിലെ കാര്യം സ്കൂളിൽ, വീട്ടിലെ കാര്യം വീട്ടിൽ, അങ്ങനെ മതി ഇനി തൊട്ട്. ഇതാണ് ഓളുടെ കുഴപ്പം. വെറുതെ ആവശ്യമില്ലാത്തടത്തെല്ലാം കയറി ചെന്നിട്ട് അതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരും. എൻ്റെ ഉമ്മാനെ ജയിലിലാക്കിയിട്ട് മതിയായില്ല നിനക്ക്. ഇനി എന്ത് പ്രശ്നമാണ് നീ കൊണ്ടുവരുന്നത്? മിനി, നീ ഇങ്ങനെ കരയാതെ. കരഞ്ഞാല് കാണാതെ പോയ അർപ്പിത് തിരിച്ചു വരുമോ? ഇല്ലല്ലോ. അത് തന്നെയാ ചേച്ചി എനിക്ക് ഇവളോട് പറയാനുള്ളത്. ഇങ്ങനെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനെല്ലാം കരഞ്ഞാൽ പിന്നെ അതിന് സമയം കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് അർപ്പിതിനെ കണ്ടുപിടിക്കണം. അതാ മെയിൻ കാര്യം. സജീവ, നീ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നോ? ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി കൊടുക്കണേ. അതൊക്കെ നേരത്തെ തന്നെ കൊടുത്തായിരുന്നു ചേച്ചി. അവര് അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ ഇതുവരെ ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. നമുക്കിനി നോക്കാം. ഡാ സജീവ, നിന്റെ ഫോണല്ലേ അടിക്കുന്നേ? എടുത്തു നോക്ക്. ഹലോ, ആരാ വിളിക്കുന്നേ? ഹലോ, കേൾക്കുന്നില്ല. ഹലോ, നിങ്ങളൊന്ന് ഉറക്കെ പറയാൻ, എനിക്കൊന്നും കേൾക്കുന്നില്ല ഇവിടെ. ഹലോ മിസ്റ്റർ സജീവ്, നിങ്ങളുടെ മകൻ അർപ്പിത് സജീവ് ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ ശവം മാത്രം നിങ്ങൾക്ക് കിട്ടൂ. ഇപ്പോൾ സമയം കൃത്യം 5 മണി. നിങ്ങൾക്ക് 2 മണിക്കൂർ സമയമുണ്ട്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഒന്നുകിൽ പൈസ അയക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ ശവം കൊണ്ടുപോകുക. പോലീസിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം മിസ്റ്റർ സജീവ്. നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ജീവനോട് കിട്ടില്ല. മകനെ, നിന്റെ അച്ഛൻ ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ കാണും. നേരെ എത്ര ആയാലേ? ഇനിയിപ്പോ എന്നെ അന്വേഷിക്കാൻ ആരും വരില്ലായിരിക്കും. പാവം എന്റെ അച്ഛൻ. 1 ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് എവിടെ നിന്നാക്കാനാ? അച്ഛനും ആന്റി സുമയ ടീച്ചറൊക്കെ എന്നെ കാണാതെ നല്ലപോലെ വിഷമിക്കുന്നു കാണും. അവരിപ്പം ഞാൻ എവിടെയാന്ന് പോലും അറിയുന്നില്ലല്ലോ. അവരുടെ കാര്യം ഓർക്കുമ്പം എനിക്ക് വിഷമാവുന്നു.
ആൻറ്റി രാവിലെ എന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടപ്പം ഞാൻ വേഗം സ്കൂളിലേക്ക് നടന്നാൽ മതിയായിരുന്നു. വെറുതെ അതിലെല്ലാം നടന്നിട്ടാ എന്നെ അയാൾ പിടിച്ചോണ്ട് പോയേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. അച്ഛൻ പണം കൊണ്ടുവന്നില്ലെങ്കിൽ അയാൾ എന്നെ ഉറപ്പായിട്ടും കൊല്ലും. അവിടെ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. അത് വെച്ചിട്ട് എന്നെ കഴുത്ത് കണ്ടിക്കുന്ന പറഞ്ഞിരിക്കുന്നു. എനിക്കാകെ പേടിയാവുന്നു. എടാ മോനെ, നിന്റെ അച്ഛൻ ഇതുവരെ പൈസയൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഇനിയിപ്പം നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. എനിക്ക് നിന്നെ കാണുമ്പം എൻ്റെ മോനെ ഓർമ്മ വരുന്നേ. നിന്റെ ഒരു കഷ്ടകാലം. ചേട്ടന് മാത്രം ഇവിടെ കുറച്ച് മനുഷ്യത്വമുള്ളേ. ചേട്ടനെ കാണുമ്പം ചേട്ടൻ്റെ മോനെ പോലെ തോന്നുന്നല്ലേ പറഞ്ഞേ. എന്നാ പിന്നെ എന്നെ ഒന്ന് രക്ഷിച്ചുകൂടെ ചേട്ടാ? എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുമോ ചേട്ടാ? ഞാൻ വീട്ടിലെത്തിയാൽ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ചേട്ടന് നല്ലൊരു ജോലി, നല്ല മാന്യമായിട്ടുള്ളൊരു ജോലിയാക്കി തരാം. നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമല്ല മോനെ. നിന്റെ അച്ഛൻ പൈസ കൊണ്ടുവരാതെ നിന്നെ ഇവിടുന്ന് വിടാൻ പറ്റില്ല. ഇതെന്റെ ജോലിയുടെ ഭാഗമാണ്. നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? മോനെ കാണുമ്പോഴറിയാം നല്ല വീട്ടിലെ കൊച്ചാന്ന്. മോന്റെ സ്വഭാവമോ നല്ല സ്വഭാവമോ. മോൻ വലിയ ആളാവണം. അപ്പം ഈ ചേട്ടനെ വന്ന് കാണണം. ഇപ്പൊ എനിക്ക് മോന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ അയാൾ എന്നെ കൊല്ലും. അതുകൊണ്ടാ മോനെ ഞാനൊന്നും ചെയ്യാത്തെ. ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ആ ചേട്ടന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പം എന്നെ രക്ഷിക്കാൻ ആരും വരില്ല. എന്നാലും എൻ്റെ ഈശ്വര, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാനൊരു പാവമല്ലേ? പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വേഗം ട്രാൻസ്ഫർ ചെയ്യണേ. ഇതിപ്പോൾ അത്യാവശ്യ കാര്യമായി പോയി. മോൻ്റെ കാര്യമല്ലേ, ഒരു ഉപേക്ഷയും വിചാരിക്കാൻ പറ്റില്ല. അവനൊരു പാവം ചെക്കനാണ്. അവനെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നവൻ്റെ തലയിൽ ഇടുത്തി വീഴും. നമുക്കിപ്പോൾ പൈസ കൊടുക്കാതെ അവനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. മോന് വേണ്ടി പ്രാർത്ഥിക്കണേ, അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ പറ്റൂ. എൻ്റെ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ആറ്റുനോറ്റുണ്ടായ കൊച്ച. അവന് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സജീവന്റെ മനസ്സാകെ തകരും. എന്തായി മിനി, പൈസ ശരിയായോ? പൈസ കൊടുത്താലും കൊച്ചിനെ തിരിച്ചു കിട്ടുന്നു യാതൊരു ഉറപ്പുമില്ലല്ലോ. അങ്ങനെ ഒന്നും പറയല്ല എൻ്റെ ശാലിനി ചേച്ചി. കൊച്ചിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കേ. പൈസ കൊടുത്താലും വേണ്ടില്ല, എത്ര പൈസയാണെങ്കിലും വേണ്ടില്ല. നമ്മുടെ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പൈസ കൊടുത്താലും കൊച്ചിനെ കിട്ടുന്നൊന്നും ഉറപ്പില്ലല്ലോ. അയാൾ നമ്മുടെ കൊച്ചിന് എന്തെങ്കിലും ചെയ്താലോ? പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? സജീവനെ പോലീസ് കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു. അവര് ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ മോനിപ്പോ ആകെ പേടിച്ചായിരിക്കുന്നത്. അവൻ എവിടെയാന്ന് പോലും നമുക്കറിയില്ലല്ലോ. അവൻ ഇതുവരെ എവിടെ ഒറ്റയ്ക്ക് പോയിട്ടുമില്ല, ഒറ്റയ്ക്ക് താമസിച്ചിട്ടുമില്ല. പാവം എന്റെ കൊച്ച്. നീ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ കൊച്ചിനെ എങ്ങനെയാണെങ്കിലും തിരിച്ചു കിട്ടും. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്തായാലും ഫലം ഉണ്ടാവും. സജീവൻ ഈ നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പാവം നല്ല വിഷമമുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഒന്നും ഇരിപ്പില്ല. സേമിയ കുറച്ച് ഇരിപ്പുണ്ട്. കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാം സജീവന്. റഷീദിക്ക എന്താണെങ്കിലും നാളെ രാവിലെ വരുള്ളൂ. ആ സമയത്തിനുള്ളിൽ വേഗം അർപ്പിതിന്റെ വീട്ടിൽ പോയിട്ട് അവരെന്ന് കാണണം, അവരെന്ന് ആശ്വസിപ്പിക്കണം. വീടിന്റെ താക്കോല് റഷീദിക്കാന്റെ കയ്യിലാ. വീട് പൂട്ടാതെ പോയാല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് അവർ രണ്ടുപേരും കൂടി എന്റെ തലയിലിടും. അതുകൊണ്ട് എനിക്കൊരു പേടി. എന്താണെങ്കിലും ഞാൻ അർപ്പിതിന്റെ വീട്ടിലേക്ക് പോകും. ഇത്രയും അടുപ്പുണ്ടായിട്ട് അവിടെ വരെ ഒന്ന് അന്വേഷിച്ചെന്നില്ലെങ്കിലും മോശമാ. എന്നാലും കുട്ടികളോടൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉപ്പായും ഉമ്മായും വീട്ടുകാരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് അതൊക്കെ കുട്ടികളോടാണ് തീർക്കുന്നത്. അർപ്പിതൊരു പാവമാണ്. അവന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. പാവ കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? വേഗം ഇവിടുന്ന് ഇറങ്ങാം. ഇപ്പൊ പോയാല് സ്റ്റേറ്റ് കിട്ടും. അതിനാണെങ്കിൽ അർപ്പിതിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ പോയി ഇറങ്ങാം. നിന്റെ തന്ത ഇതുവരെ പൈസയും കൊണ്ട് വന്നില്ലല്ലോ. പൈസ തരാതെ ഇവിടുന്ന് രക്ഷപ്പെടാന്നൊന്നും തന്തയും മോനും വിചാരിക്കേ വേണ്ട. അങ്കിളിനെ കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? എന്തിനാ എന്റെ അച്ഛനെ തന്താന്നൊക്കെ വിളിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛൻ അങ്കിളിന് ജോലി തന്നതല്ലേ, അത് ഓർമ്മ വേണം. അയാൾ എനിക്ക് ജോലി തന്നിട്ടുണ്ടെങ്കിലും പലതവണ അയാൾ എന്നെ അപമാനിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ തന്ത സജീവനുണ്ടല്ലോ, അയാൾ പൈസ തന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാ, നിന്റെ കഴുത്ത് ഞാൻ കണ്ടിക്കും. നിന്റെ തന്ത ജോലി തന്നില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം. ആരുടെ ഔദാര്യം ഈ രമേശിന് വേണ്ട. പൈസ എന്റെ അച്ഛൻ ഉടനെ കൊണ്ടുവരും. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്റെ അച്ഛന് 1 ലക്ഷം രൂപയ്ക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല. നിങ്ങളെപ്പോലെ 10,000-നും 1 ലക്ഷം രൂപയ്ക്കും പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പം കുട്ടികളെ കൊണ്ടുവന്നിട്ട് ആക്രമിക്കേണ്ട കാര്യമൊന്നും എന്റെ അച്ഛനും അമ്മയ്ക്കില്ല. അവര് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ. എന്തിനാണ് ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിലും മെസ്സേജ് ഇട്ടാ പോരെ, ഇങ്ങനെ വിളിക്കണോ? നീ ഒന്ന് വേഗം കാര്യം പറയുവോ? ഇവിടെ പോലീസ് നമ്മുടെ കോളൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അവര് നമ്മളെ എപ്പോ പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് പറ. സുമയ ടീച്ചർ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവര് പോകുന്ന സമയത്ത് ആ കുട്ടീനെ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയാലോ? പിന്നെ പോലീസ് നമ്മളെ പിടിക്കില്ലല്ലോ. അവൻ ഇങ്ങോട്ട് വേഗം കൊണ്ടുവരണം. അല്ലെങ്കിൽ പോലീസ് നമ്മളെ എന്താണെങ്കിലും പിടിക്കും. പിടിച്ചാ പിന്നെ ഒന്നും പറയണ്ട. അവരിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. അവര് വീട് പൂട്ടി ഇറങ്ങുമ്പോൾ ഞാൻ ബോസിന്റെ ഒരു മിസ് കോൾ തരാം. ആ ടീച്ചറിന്റെ ഓരോ നീക്കവും അപ്പം എനിക്ക് അയച്ചു തരണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്ലാൻ ഇവിടെ സക്സസ് ആവൂ. പിന്നെ ഒരു കാര്യം, ഓരോ കോൾ കഴിയുമ്പോഴും അതെല്ലാം നിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ പോലീസ് നമ്മുടെ ഫോൺ ചെക്ക് ചെയ്താലോ ഒരു തെളിവുണ്ടാകാൻ പാടില്ല. എന്നാ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിലും നീ അറിയിക്കണം, മറക്കരുത്. പാവം എന്റെ കൂട്ടുകാരി സുമയ ടീച്ചർ ഒന്നും അറിയുന്നില്ല. നിരപരാധിയായ അവർ ഇപ്പോൾ പോലീസിന്റെ കണ്ണിൽ കുറ്റവാളിയാകാൻ പോകും. എന്നോടൊന്നും തോന്നരുതേ എന്റെ പ്രിയ
സുമയ ടീച്ചർ, കഴിഞ്ഞ ദിവസം നീ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അതിനുള്ളൊരു പ്രതികാരമായിട്ട് നീ ഇത് കൂട്ടിയാൽ മതി. രമേശിനെ ഉപദ്രവിച്ചവരൊന്നും ഈ രമേശ് വെറുതെ വിട്ടിട്ടില്ല, ഇനി വെറുതെ വിടാനും പോകുന്നില്ല. ഇവിടെ നല്ല ഇരുട്ടായാലോ. ഇവിടെ ആണെങ്കിലും ഒറ്റ മനുഷ്യരില്ല, തന്നെ നിൽക്കാൻ പേടിയാവുന്നു. ബസ് ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എനിക്കിവിടെ തന്നെ നിൽക്കാൻ നല്ല പേടിയാവുന്നുണ്ട്. ഹലോ, സുമയ ടീച്ചർ ഇപ്പം ബസ് കയറാൻ പോയിട്ടുണ്ട്. ബോസ് ഇങ്ങോട്ട് വേഗം വന്നോളൂ കുട്ടീനെ കൂട്ടിയിട്ട്. ബസ് വരാൻ സമയമായിട്ടുണ്ട്. അവരിപ്പോ തന്നെ ഇവിടുന്ന് പോകും. ബോസ് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മിസ്റ്റർ സജീവൻ, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും അയാൾക്ക് ഇനി ഒരിക്കലും പോരാൻ കഴിയില്ല. ഇത് ഞാൻ തരുന്ന ഉറപ്പ്. സാറേ, ആരാ ഞങ്ങളുടെ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്ത്? അയാളുടെ പേരെന്തെങ്കിലും കിട്ടിയോ? അയാളുടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. അയാളുടെ പേര് മിസ്റ്റർ രമേഷ് കുമാർ. അത് തന്നെയാണ്. അയാൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ എംപ്ലോയി ആണ്. എന്റെ ഈശ്വര, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? രമേശ് കുമാറോ? സജീവ, ആ രമേശ് നമ്മുടെ കൊച്ചിനെ എന്തിനായിരിക്കും കിഡ്നാപ്പ് ചെയ്ത്? ആരാ സജീവ ഈ രമേശ്? നിങ്ങൾക്ക് രണ്ടാൾക്കും പരിചയമുള്ള ആളാണോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞങ്ങളന്ന് ടൂർ പോയപ്പം സോമിയ ടീച്ചറാണ്, സോമിയ ടീച്ചറിന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞ് ഈ രമേശിനെ പരിചയപ്പെടുത്തിയത്. പാവാണെന്ന് വിചാരിച്ചിട്ട് ജോലി കൊടുത്തതാ. ഇപ്പൊ കണ്ടില്ല തനി സ്വഭാവം. ഈ ടൗണിലാണെങ്കിൽ രാത്രിയിലും ആൾക്കാരുണ്ട്. എന്റെ ആ പട്ടിക്കാട്ടിലാണെങ്കിലോ രാത്രി ആകുമ്പോഴത്തേക്കും എല്ലാരും കയറി കടന്നു കാണും. ഇതുപോലെ എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ രാത്രിയിൽ പെണ്ണുങ്ങൾക്ക് പേടി കൂടാതെ നടക്കായിരുന്നു. പോലീസൊക്കെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാലും രാത്രിയിൽ ഒറ്റയ്ക്ക് ഓട്ടോയ്ക്ക് പോകുന്നത് ഒട്ടും സേഫ് അല്ല. ആ തീവ്രം സിനിമയിലെ പോലെ ഓട്ടോക്കാരൻ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയാലോ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിലും മറപ്പതിന്റെ വീട്ടിലേക്ക് ഇത്ര ദൂരമല്ലേ ഉള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഓട്ടോയ്ക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങോട്ടൊന്ന് നോക്കിയേ, സോമിയ ടീച്ചർ വന്നിരിക്കുന്നു. ഈ രാത്രിയിൽ സോമിയ ടീച്ചർ വന്നല്ലോ. എന്നാലും എന്റെ സോമിയ ടീച്ചറെ, ഞങ്ങളോട് ചതി വേണ്ടായിരുന്നു. ഞങ്ങളുടെ മോൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഡോക്ടറെ, എന്നാലും നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ. നിങ്ങളിൽ നിന്ന് ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഈ രാത്രിയിലും ഒറ്റയ്ക്ക് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. അപ്പുമോനെ തട്ടിക്കൊണ്ടു പോയത് ഞാനാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാലും നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി? ബാക്കിയുള്ള കുട്ടികളെക്കാളും അർപ്പതിനെ ഞാൻ കൂടുതൽ നോക്കിയതിനുള്ള സമ്മാനമാണോ ഇത്? അപ്പൊ സോമ്യാമിസ് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? സോമ്യാമിസിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ രമേശൻ, അയാളാണ് അപ്പുവിനെ തട്ടിക്കൊണ്ടു പോയത്. എന്റെ കെട്ടിയോൻ സജീവൻ ജോലി തന്നതിനുള്ള കൂറായിരിക്കുമല്ലേ അവൻ കാണിച്ചത്. മിടുക്കനവൻ. രമേശിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ഇങ്ങനെ ഒരു തെറ്റ് അവന്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പുവിന്റെ കുടുംബത്തിന് ഞാൻ കാരണമുണ്ടായ ഈ വലിയ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. ഞങ്ങൾക്ക് ടീച്ചറോട് യാതൊരു ദേഷ്യവും ഇല്ല. അല്ലെങ്കിലും ഞങ്ങളെന്തിനാ ടീച്ചറിനോട് ദേഷ്യപ്പെടുന്നേ? ആ രമേശനല്ലേ, അയാളല്ലേ ഞങ്ങളുടെ മോനെ തട്ടിക്കൊണ്ടുപോയേ. ടീച്ചർ എന്തായാലും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഒന്നും കഴിച്ചിട്ട് കാണൂല. ഞാൻ ടീച്ചറിന് കുറച്ച് ഭക്ഷണം എടുത്തു വെക്കട്ടെ. ടീച്ചർ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? ബസ്സിലൊക്കെ കയറി മടുത്ത് വന്നതല്ലേ, അങ്ങോട്ട് ഇരിക്കുന്നേ. പെട്ടെന്നുള്ള ദേഷ്യത്തില് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കല്ലേ ടീച്ചറെ. അതൊന്നും സാരമില്ലെന്നേ. നമുക്ക് പർപ്പതിന് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി നമ്മൾ നോക്കണം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സജീവന്റെ ഫാമിലിയായിട്ട് സുമയ ടീച്ചറിന് നല്ല അടുപ്പമുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ്. അവരെന്തായാലും ഇങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആള് മാറി പോയിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിച്ച് പറയണേ. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത രമേശിന്റെ നമ്പർ നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അയാൾ എവിടെയെങ്കിലും കുറച്ചു നേരം തങ്ങുന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് നിങ്ങൾ വേഗം എത്തണം. എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്യണം. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറിന്റെ മുഖം കണ്ടിട്ട് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. അതെ സജീവ, ചെറിയൊരു പ്രശ്നമുണ്ട്. സുമയ ടീച്ചറിന്റെ വീടിന്റെ അടുത്താണ് ഇപ്പം കിഡ്നാപ്പ് ചെയ്തവരുടെ ലൊക്കേഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. സാറിന് മിക്കവാറും ആള് മാറിപ്പോയതാകും. സുമയ ടീച്ചർ അങ്ങനെയൊന്നും ചെയ്യില്ല. അവര് പാവം സ്ത്രീയാണ്. സജീവൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളുടെ ടീം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സാറിന് മിക്കവാറും ആള് മാറിപ്പോയതാകും. സുമയ ടീച്ചർ അങ്ങനെയൊന്നും ചെയ്യില്ല. അവര് പാവം സ്ത്രീയാണ്. സജീവൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളുടെ ടീം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു കൺക്ലൂഷനിൽ എത്തിയാലേ നമുക്ക് സുമയ ടീച്ചറിനെ സംശയിക്കേണ്ട കാര്യം ഇനി വരുന്നുള്ളൂ. സാറേ, സുമയ ടീച്ചർ ഒരു പാവ സ്ത്രീയാണ്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരെ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. കൂൾ ഡൗൺ. ഞങ്ങളുടെ ടീം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സാറ് പറഞ്ഞ പോലെ ഞാൻ അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുമോ, അതോ അവരെന്തെങ്കിലും ചെയ്യുവോ? അങ്ങനെയൊന്നും വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ തിരിച്ചു കിട്ടിയിരിക്കും. സോമ്യ ടീച്ചർ കുറെ മുമ്പ് തന്നെ ഇവിടുന്ന് ബസ് കയറി പോയിട്ടുണ്ട്. നമുക്കിനി അവരുടെ വീട്ടിലേക്ക് ധൈര്യമായിട്ട് പോവാം. എന്റെ പൊന്നുമോന് നമ്മുടെ പ്ലാനൊക്കെ മനസ്സിലായോ? നമ്മൾ സൗമ്യ ടീച്ചറിന്റെ വീട്ടിലേക്കാ പോന്നേ. മോന്റെ പ്രിയപ്പെട്ട സൗമ്യ ടീച്ചർ എന്നിട്ട് നിന്നെ അവിടെ കെട്ടിയിടാൻ പോവാ. ഞാൻ കാരണം ഒന്നും അറിയാത്ത പാവ സൗമ്യ ടീച്ചർ പ്രതിയാവാൻ പോവാ. നിന്നെ തട്ടിക്കൊണ്ട് പോയതില് സൗമ്യ ടീച്ചർ ആകും ഇനി പ്രതി. ബോസെ, നമുക്ക് ഇവൻ അവിടെ വേഗം കൊണ്ടുപോയിടാം. ഇനി ആരെങ്കിലും അതിന്റെ ഇടയ്ക്ക് വന്നാൽ വലിയ പ്രശ്നമാകും. നീ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. നിനക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. കൊള്ളാം. നിന്റെ തന്ത സജീവനും വീട്ടുകാരും ഒക്കെ നല്ല പോലെ വിഷമിക്കുന്നുണ്ടാവും. അതെനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അതാണ് ഇപ്പൊ എന്റെ വിഷമം.
എന്തിനാ ബോസേ ഈ പാവം കൊച്ചിനിങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഒന്നാമത് അതിനെ എന്റെ വീട്ടിൽ നിന്ന് കുറെ നേരമായിട്ട് മാറി നിൽക്കുന്ന അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ പറയണോ? വൃത്തികെട്ടവൻ. എന്നാൽ അവൻ എങ്ങനെ ഈ ചതി എന്നോട് ചെയ്യാൻ തോന്നി? അവൻ കാരണം ഞാൻ ഇവരുടെ എല്ലാം മുമ്പിൽ നാണം കെട്ടിപ്പം. എടാ രമേശ, നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അടിച്ച് പഞ്ചറാക്കും നിന്നെ ഞാൻ. ഇവര് കുറെ നേരമല്ലോ എന്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ, എന്തായിരിക്കും? ആ മുറിയിലാകുമ്പം നമുക്ക് ഇവനെ പൂട്ടിയിടാം. നമുക്കെന്തായാലും ഈ മെയിൻ ഡോർ പൂട്ടാൻ പറ്റില്ലല്ലോ. അവനെ ആ മുറിയിൽ പൂട്ടിയിടണം, അല്ലെങ്കിൽ അവൻ പോലീസ് വരുന്നതിന് മുമ്പ് ഇവിടെ രക്ഷപ്പെടും. നീ ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. അവനെ ഇവിടെ പൂട്ടിയിടാതെ പോയാല് അവൻ ആരുടെ മോൻ? സജീവന്റെ. അവൻ ഇവിടുന്ന് എന്താണെങ്കിലും രക്ഷപ്പെടും. നീ എന്നാ സമയം കളയാതെ അവനെ ആ മുറിയിൽ കൊണ്ടേ പൂട്ടിയിട്. പിന്നെ കൈയും കാലും ഒക്കെ നല്ല മുറുക്കി കെട്ടണം, അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് ബഹളം വെക്കും. നീ എന്തൊക്കെ കാണിച്ചാലും ഒരു കാര്യമില്ല മോനെ. എനിക്ക് അയാൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ. നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി കയറെടുത്തിട്ട് വരാം. ഓടിപ്പോവാനൊന്നും നോക്കണ്ട, അയാൾ നിന്നെ കൊല്ലും. അയാളെ നിനക്ക് ശരിക്കും അറിയില്ല. ആൾക്കാരെ പച്ചയ്ക്ക് കൊല്ലാൻ പോലും മടിയില്ലാത്ത മനുഷ്യനാത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം, നീ ഇവിടെ അടങ്ങിയിരിക്കെ. ഞാൻ വരുന്നവരെ ഞാൻ കയറെടുത്തിട്ട് വരാം. നിന്നെ എങ്ങനെയെങ്കിലും ആരെങ്കിലും വന്ന് രക്ഷിച്ചോളും. അത് തന്നെ ധാരാളം. ഇനിയിപ്പോ നമ്മൾ അവനെ കെട്ടിയിടാൻ നിന്നാല് സമയം വൈകും. അതിനുള്ളിൽ പോലീസ് ഇവിടെ എത്തുകയും ചെയ്യും. നീ വേഗം പോയി വണ്ടി സ്റ്റാർട്ടാക്ക്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആപത്താണ്. നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. ഹലോ സാർ, ഇപ്പൊ അവര് ആ ലൊക്കേഷനിൽ തന്നെ ഉള്ളത്. വേഗം അവിടെ എത്തിക്കോളൂ. പിന്നെ സാർ, ഇപ്പൊ അവരവിടുന്ന് പോകാൻ തുടങ്ങാൻ തോന്നുന്നു. നിങ്ങളവിടെ വേഗം എത്തണം. ഈ പിള്ളേർക്കെല്ലാം ദൈവം കണ്ണു കൊടുത്തിട്ടുണ്ടല്ലോ. നോക്കി കണ്ട് നടന്നുകൂടെ, വെറുതെ നമ്മുടെ എല്ലാം സമയം കളയാൻ വേണ്ടിയിട്ട്. സാർ, ഇത് നമ്മുടെ ഡ്യൂട്ടിയല്ലേ. നമ്മളപ്പോൾ അത് ഏത് സമയത്താണെങ്കിലും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് ഗവൺമെന്റ് ശമ്പളം തരുന്നത് നമ്മൾ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യാനും ആൾക്കാരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടല്ലേ. എനിക്ക് ആത്മാർത്ഥത കുറച്ച് കുറവാ. നിനക്ക് അത്ര വിഷമമാണെങ്കിൽ നീ എന്റെ പണിയും കൂടെ അങ്ങ് എടുത്തോ. സാറേ, എത്ര കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം നല്ല നിലയിൽ എത്തിയിട്ടുള്ള IAS-കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും, എന്തിന് വേറെ രാജ്യങ്ങളിൽ വരെ അവരുടെ സേവനം എത്തുന്നുണ്ട്. ഞാൻ അർപ്പിതനോട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ വീട്ടിലും ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ മനസ്സാ വാച കർമ്മണ ഞാൻ ആർക്കുമെതിരെയും ഒരു ദോഷവും ഇന്ന് വരെ ചെയ്തിട്ടില്ല. മോനെ, ഞാൻ നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആരെയും മുഴുവനായിട്ടും വിശ്വസിക്കരുതെന്ന്. ഇനിയെങ്കിലും നീ പഠിച്ചോ അത്? എന്തിനാ ചേച്ചി ഈ വലിയ പ്രശ്നമുള്ളപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത്? എനിക്കും 100% ഉറപ്പുണ്ട് സൗമ്യ ടീച്ചർക്ക് ഇതിൽ യാതൊരു മനസ്സറിവും ഇല്ലാന്ന്. പിന്നെന്തിനാ ഞങ്ങൾ അവരെ സംശയിക്കുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഈ ചേച്ചി ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രം നീ പറയല്ലേ. ഈ ചേച്ചിയുടെ ഒരു കാര്യം ഇനിയിപ്പോ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവാതിരുന്നാ മതി. ഞാനെന്നാലും സൗമ്യനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവളുടെ മനസ്സ് നല്ല പോലെ വിഷമിച്ചിട്ടുണ്ട്. എന്നാലും അവൾ എന്തായിരിക്കും ഫോൺ എടുക്കാത്തെ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നതാണല്ലോ. ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? ടീച്ചറെ, പോലീസിനൊരു സംശയം തോന്നിയപ്പം അവർ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതൊക്കെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ. അതൊന്നും കാര്യമാക്കണ്ട. എന്നാലും ഡോക്ടറെ, മികച്ച അധ്യാപികയ്ക്കുള്ള പ്രസിഡന്റിന്റെ അവാർഡ് ജസ്റ്റ് മിസ്സായ ആളാ ഞാൻ. എന്നെക്കുറിച്ച് പോലീസ് ഇങ്ങനെ സംശയം ഉന്നയിക്കുമ്പം എനിക്ക് വിഷമം വരില്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുരുവാണ്. അതെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു സാർ.